എന്തിനാണ് ഹിജ്റയെ ബേസ് ചെയ്തിട്ട് അറബി കലണ്ടർ രൂപകൽപ്പന ചെയ്തത്? അതിൽ ചിലത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, ഹിജ്റ ഇസ്ലാമിക ചരിത്രത്തിൽ അത്രമേൽ സ്വാധീനം ചെലുത്തിയ സംഗതിയാണ്. ഹിജ്റക്ക് വലിയ പാഠങ്ങളുണ്ട്. ഹിജ്റ ഓരോ വർഷവും വിശ്വാസികൾ വളരെ ഗൗരവമായി അതേക്കുറിച്ച് പഠിക്കുകയും മനനം ചെയ്യുകയും അതിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട അതിമഹത്തായ ഒരു സംഭവമാണ്. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹിജ്റയെക്കുറിച്ചുള്ള ചർച്ച അത് ഏറെ ഉപകരിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്താ ഹജറ എന്ന പദത്തിന്റെ അർത്ഥം? ഹജറ എന്നാൽ വെടിഞ്ഞു, ഒഴിവാക്കി എന്നാണ് അർത്ഥം. ഹിജ്റ എന്നാൽ വെടിയൽ, ഒഴിവാക്കൽ. അതാണ് ഹിജ്റയുടെ വാക്കർത്ഥം. അതുകൊണ്ടാണ് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അൽ ഹിജ്റതു നൗആനി, അൽ ഹിജ്റതു നൗആൻ. ഹിജ്റ രണ്ട് വിധമുണ്ട്. ഒന്ന് ഹിജ്റത്തുൻ ആമ്മത്തുൻ, പൊതുവായ ഹിജ്റ. ഒന്ന് പൊതുവായ ഹിജ്റ, വഹിയ ഹിജ്റത്തു കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. അത് എല്ലാ ഓരോ മുസ്ലിമായ ആണിന്റെയും പെണ്ണിന്റെയും ഹിജ്റയാണ്. മാനഹല്ലാഹു അൻഹു വറസൂലുഹു, ഇലാഹായ റബ്ബും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഹബീബായ നബി തങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞോ ആ കാര്യത്തെ ഉപേക്ഷിക്കലാണ്, അതിന് വെടിയലാണ് ഒരു ഹിജ്റ. അതേതൊരു വിശ്വാസിക്കും നിർബന്ധമാണ്. രണ്ടാമത്തത് ഹിജ്റത്തുൻ ഖാസ, പ്രത്യേകമായ ഹിജ്റയാണ്. ആ ഹിജ്റ എല്ലാവർക്കുമില്ല, അതെല്ലാവർക്കും ചെയ്യേണ്ടി വരില്ല. ഏതാണ് ആ പ്രത്യേകമായ ഹിജ്റ? വഹിയ അയ്യത്റുകൽ അബ്ദു അൽ ബലദല്ലദീ ലാ യഅ്മനു അലാ ദീനിഹി വഅറളിഹി വമാലിഹി ഇലാ ബലദി യഅ്മനു ഫീഹി വലാ യജിദു മാ യഹൂലു ബൈനഹു വബൈന തഅബ്ബുദി റബ്ബിഹി വദ്ദഅവതി ഇലൈഹി. ഇതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഹിജ്റ. ഏത്? ഒരു അടിമ ഒഴിവാക്കലാണ്. അൽ ബലദല്ലദീ ലാ യഅ്മനു അലാ ദീനിഹി, അവൻ ജനിച്ചു വളർന്ന നാടാണെങ്കിലും അവന് ജന്മം നൽകിയ നാടാണെങ്കിലും അവന്റെ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കാൻ അവിടെ കഴിയില്ല. വഅറളിഹി വമാലിഹി, അവന്റെ സമ്പത്തും അഭിമാനവും സംരക്ഷിക്കാൻ അവൻ അവിടെ കഴിയില്ല. അങ്ങനെയുള്ള ഒരു നാടിനെയും ബന്ധങ്ങളെയും ഒഴിവാക്കി പോകലാണ് ഇലാ ബലദി യഅ്മനു ഫീ. നിർഭയത്വത്തോടുകൂടെ എവിടെ ജീവിക്കാൻ പറ്റും അങ്ങോട്ട് പോവുക. വലാ യജിദു, ആ രണ്ടാമത്തെ നാട്ടിൽ ഉണ്ടാവില്ല. മാ യഹൂലു ബൈനഹു വബൈന തഅബ്ബുദി റബ്ബിഹി വദ്ദഅവതി ഇലൈഹി, അഖിലാണ്ട കടാഹത്തിന്റെ അധിപനായ സർവലോക രക്ഷിതാവായ അല്ലാഹ്, ആ റബ്ബിന്റെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ജീവിക്കാനും ആ പരിശുദ്ധമായ ഇസ്ലാമിക പ്രത്യയ ശാസ്ത്രത്തിലേക്ക് ആളുകളെ ദഅവത്ത് ചെയ്യുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത ഒരു നാട്ടിലേക്ക്, തടസ്സങ്ങളുള്ള നാട്ടിൽ നിന്ന് നാട് ഒഴിവാക്കി പോകലാൻ. അതാണ് മുത്തുനബിയും സഹാബത്തും ചെയ്തത്. പിറന്ന നാടും തൻ്റെ കുടുംബവും തൻ്റെ സമ്പത്തും തൻ്റെ സൗകര്യങ്ങളും എല്ലാം ഒഴിവാക്കി. ആർക്കു വേണ്ടി? അല്ലാഹ്ക്ക് വേണ്ടി. അങ്ങനെ മക്കയെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയി. മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചില ഹിജ്റകൾ ഉണ്ടായിട്ടുണ്ട്. അബ്സീനിയയിലേക്ക് ചില സഹാബിമാര് ഹിജ്റ പോയി. മക്കയിൽ പ്രിയപ്പെട്ടവരെ, ഇലാഹായ റബ്ബിനെ പരിചയപ്പെടുത്താൻ കഴിയാതെ, അള്ളാഹുവിന്റെ ദീന് ദഅവത്ത് ചെയ്യാൻ കഴിയാതെ, ദീനിൽ വിശ്വസിച്ചവർ ശക്തമായ മർദ്ദനങ്ങൾ നേരിട്ടപ്പോൾ ഹബശയിലേക്ക് ഒരു സംഘം ആളുകൾ ഹിജ്റ പോയി. ചില സഹാബിമാരൊക്കെ ഹിജ്റ പോകുന്ന വഴിക്ക് മക്കയിലെ ചില മുശ്രിക്കീങ്ങൾ കണ്ടു. എങ്ങട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. പോവുക, മർദ്ദനം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് മക്കയിൽ നിന്ന് ഹബശയിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ വേണ്ട, നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം തരാന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പോലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശക്തമായ മർദ്ദനം നേരിടേണ്ടി വന്നു. മുത്തുനബിയോട് പറഞ്ഞു, സമ്മതം തരണം, ഇവിടുന്ന് ഒന്ന് പോട്ടെ. പോയി. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് ഹബശയിലേക്ക് ഹിജറ പോവുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. അങ്ങനെ മക്കയിൽ നിന്ന് യാത്ര ചെയ്ത് ബർക്കുൽ ഗമാദ് എന്ന സ്ഥലത്തെത്തി. ബർക്കുൽ ഗമാദ് അവിടെ എത്തിയപ്പോൾ ഖുറൈശി പ്രമുഖനായ ഇബ്നുദ്ദഗിനയെ കണ്ടുമുട്ടി. ഇബ്നുദ്ദഗിന സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, അല്ല അബൂബക്കറേ, ഇലായിന തഖ്റുജു, എങ്ങോട്ടാണ് നിങ്ങൾ ഈ പോകുന്നത്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ പറഞ്ഞു, പോവുകയാണ് മർദ്ദനമേൽക്കാതെ ജീവിക്കാൻ പറ്റിയ, ഇലാഹായ റബ്ബിനെ അനുസരിച്ച് ജീവിക്കാൻ പറ്റിയ ഒരിടമന്വേഷിച്ച് പോവുകയാണ്. ഉടനെ സിദ്ദീഖ് തങ്ങളോട് ഇബ്നുദ്ദഗിന പറഞ്ഞു, അബൂബക്കർ, ഇന്ന മിസ്ലക ലാ യഖ്റുജു വലാ യുഖ്റജ്. നിങ്ങളെപ്പോലുള്ളവരൊക്കെ നാട്ടിൽ നിന്ന് പോയാൽ പിന്നെന്താ നാട്ടിലുള്ള അവസ്ഥ? അതുകൊണ്ട് പടച്ചോനെ, നിങ്ങൾ പോണ്ട, നിങ്ങൾക്ക് വേണ്ട അഭയം ഞാൻ തരാം. ഇനി ഒരാൾ നിങ്ങൾ ആക്രമിക്കൂല, നിങ്ങൾ എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു നിർബന്ധിച്ച് ഇബ്നുദ്ദഗിന സിദ്ദീഖ് തങ്ങളെ മക്കയിലേക്ക് തന്നെ മടക്കിക്കൂട്ടി. മക്കയിലെത്തി. ഖുറൈശികളെ വിളിച്ചു. കുഫാറു മക്കയെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ ഖുഹാഫയുടെ മകൻ അബൂബക്കറാണ്. അബൂബക്കർ ഇവിടെ നിന്ന് ഹബശയിലേക്ക് പോകുന്ന വഴിക്ക് ബർക്കുൽ ഗമാദിൽ വെച്ച് ഞാൻ അവനെ കണ്ടുമുട്ടിയതാണ്. ഞാൻ അവന് വാക്ക് കൊടുത്തിട്ടുണ്ട്, ആരും ഇനി നിന്നെ ആക്രമിക്കില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ മക്കയിലേക്ക് പോരൂ. അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ കൊടുത്തതിന്റെ പേരിലാണ് അബൂബക്കർ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളാരും ഇനി അബൂബക്കറിനെ പ്രയാസപ്പെടുത്തരുത്, വിഷമിപ്പിക്കരുത്. ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേന്ന് ഇബ്നുദ്ദഗിന പറഞ്ഞപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധമല്ല, അബൂബക്കർ അവൻ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. പക്ഷെ ഒരൊറ്റ കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തേ കാര്യം എന്നറിയോ? ഞങ്ങൾക്കൊരു നിബന്ധന മാത്രമേ വെക്കാനുള്ളൂ. വലാ യസ്തഇലിൻ ബിൽ ഖുർആൻ ലിഅന്നാ ഖശീനാ അൻ യുഫത്തിന അബ്നാഅനാ വനിസാഅനാ. അബൂബക്കറിനോട് ഞങ്ങൾക്ക് വെക്കാനുള്ള നിബന്ധന ഇത് മാത്രമാണ്. പലപ്പോഴും ഖുർആൻ പരസ്യമായി ഓതിയിട്ട് ഇതിലെ അബൂബക്കർ നടക്കാറുണ്ട്. നാട്ടിലൂടെ പരസ്യമായി ഖുർആൻ ഓതിയിട്ട് പോകാറുണ്ട്. പറയാനുള്ള കാര്യം ഇതാണ്, വലാ യസ്തഇലിൻ ബിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ശബ്ദത്തിൽ ഓതരുത്. ഞങ്ങളുടെ മക്കളും ഭാര്യമാരുമൊക്കെ കേൾക്കുന്ന വിധത്തിൽ ഖുർആൻ ഓതരുത്. എന്തേ കാര്യമെന്നറിയോ? ഈ ഖുർആൻ അങ്ങ് കേൾക്കുമ്പോൾ ഫഇന്നാ ഖശീനാ അൻ യുഫത്തിന അബ്നാഅനാ വനിസാഅനാ. ഇത് ഞങ്ങളുടെ മക്കളുടെയും ഭാര്യമാരുടെയും ഒക്കെ ഹൃദയത്തിലേക്ക് അങ്ങ് തുളച്ചു കയറുകയാണ്. ഇത് വല്ലാത്ത അത്ഭുതമാണ്, മാസ്മരികതയാണ്. അതങ്ങ് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സതിലേക്ക് ചായുകയാണ്. അതുകൊണ്ട് പരസ്യമായി ഖുർആൻ ഓതരുതേ. ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ചുരുക്കത്തിൽ അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചില സമയത്തൊക്കെ ഖുർആൻ പരസ്യമായി ഓതാൻ കഴിയാതെ വിഷമിച്ചിട്ടുണ്ട്. ഖുർആൻ ഭയങ്കര അത്ഭുതമല്ലേ? അള്ളാഹു അത് ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ഏതായാലും ചുരുക്കി പറയാ, അങ്ങനെ പലരും മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് അബ്സീനിയയിലേക്ക് ഹിജ്റ പോയി, ഹബശയിലേക്ക് ഹിജ്റ പോയി. അങ്ങനെ ചുരുക്കി പറയാ, ഒരിക്കൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരു നിലക്ക് ഇവിടെ ദഅവത്ത് നടക്കൂല, കുടുങ്ങിയിട്ടുണ്ട്. പോകാൻ താല്പര്യമൊന്നുമില്ല പൊതുവെ, കാരണം റസൂലുള്ള ജനിച്ചു വളർന്ന നാടല്ലേ. റസൂലുള്ളാഹിക്ക് വലിയ സങ്കടമായിരുന്നു. പോകുന്നതിൻ്റെ തലേന്ന് കഅബാലയത്തിൻ്റെ ഭിത്തിയിലേക്ക് കൈകൾ ചേർത്ത് വെച്ച് കഅബാലയത്തിലേക്ക് ചേർന്ന് മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട്, മാ അത്യബികി മിൻ ബലദിൻ വഅഹബ്ബകി ഇലയ്യ വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറകി. ഓ പ്രിയപ്പെട്ട മക്ക, നിന്നോട് എനിക്ക് വല്ലാത്തൊരിഷ്ടം. എന്തൊരിഷ്ടം! എൻ്റെ പ്രിയപ്പെട്ട പത്നി ഖദീജയുടെ കാല് സ്പർശിച്ച മണ്ണല്ലേ ഇത്? എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കാല് സ്പർശിച്ച മണ്ണല്ലേ ഇത്?
ഈ മണ്ണിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. വലൗല അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറകി, ജനങ്ങളുടെ ഈ ഉപദ്രവം സഹിക്കാൻ വയ്യാഞ്ഞിട്ട, അല്ലെങ്കിൽ ഈ നാടല്ലാത്തൊരു നാടിൽ ഞാൻ താമസിക്കുമായിരുന്നില്ല. അങ്ങനെ സഹാബികളോടൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മക്ക വിട്ടു പോകാൻ പറഞ്ഞു. പോകുന്നത് യസ്രിബിലേക്കാണ്. അന്ന് മദീന എന്ന് കേട്ടാൽ, യസ്രിബ് എന്ന് കേട്ടാൽ, മദീന എന്നന്ന് പേരില്ല, യസ്രിബ് എന്നാ പേര്. അത് കേട്ടാൽ വേജാറാ. കാരണം കൊടും തണുപ്പ്, എത്തിപ്പെടുന്നവർക്കൊക്കെ പനി, ആ നിലയിലുള്ളൊരു നാടാണ് യസ്രിബ്. പക്ഷെ മുത്തുനബി അങ്ങ് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ അങ്ങ് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. തയ്യാറായവർ. അവർക്ക് കുടുംബം വിഷയമായില്ല, സമ്പത്ത് വിഷയമായില്ല, വാഹനങ്ങൾ വിഷയമായില്ല, ജീവിത സൗകര്യങ്ങൾ വിഷയമായില്ല, ഭക്ഷണം വിഷയമായില്ല. അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാന്റെ റസൂലിന് വേണ്ടി, ദീനിന് വേണ്ടി അവരാ നാട് വിട്ട് ഇറങ്ങുകയാണ്. 450-ലേറെ കിലോമീറ്റർ യാത്ര ചെയ്യണം മദീനയിലെത്താൻ. ഇന്നത്തെ റോഡും സൗകര്യമൊന്നുമില്ല. ഇന്നിപ്പോ AC ബസ്സിലല്ലേ യാത്ര. എന്താ സുഖം, സൗകര്യം. പക്ഷെ അന്നത്തെ യാത്രയെക്കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കുക. എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ടാകും മഹാന്മാരായ സഹാബികൾ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്ത പലരും ഇത് കേൾക്കുന്നുണ്ടാകും. ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക, നമ്മൾ ആ AC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വിശാലമായ കണ്ണെത്താ ദൂരത്തേക്ക് നീണ്ടു പരന്നു കിടക്കുന്ന റോഡ്, ആ റോഡിലെ സുഖമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതും മഹാന്മാരായ സഹാബിമാർ നടന്നും, ചിലരൊക്കെ ഒട്ടകപ്പുറത്തും, ചിലരൊക്കെ കഴുതപ്പുറത്ത്, ചിലരൊക്കെ കുതിരപ്പുറത്ത് ത്യാഗം സഹിച്ച് ആ 450-ലേറെ കിലോമീറ്റർ മക്കയിലെ ആ റഫായ കുന്നുകൾ, മൊട്ടക്കുന്നുകൾ താണ്ടി യാത്ര ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹുവേ, സന്നദ്ധത. അള്ളാഹ്ക്ക് വേണ്ടി അവർ ആ സന്നദ്ധത, ആ കാര്യത്തിന് സന്നദ്ധരായി. അല്ലാഹുവേ, അള്ളാഹുയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് രക്ഷ നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ധരിച്ച വസ്ത്രം പിഞ്ഞിക്കീറി നാശായിട്ട് ഒരാളുടെ വീട്ടിൽ അടിമ ജോലി ചെയ്ത് ആ വീട്ടിൽ നിന്ന് അതിന് കൂലിയായി ആടിന്റെ തോല് കൊടുത്തപ്പോൾ ആ ആടും തോലണിഞ്ഞ് മദീനയിലെത്തിയ സഹാബിമാരുണ്ട്. നിങ്ങൾ ആലോചിക്കി പറയുന്നത്. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മുത്ത് റസൂൽ മദീനയിലെത്തി. റസൂലുള്ളാഹി തങ്ങൾ ചെറിയൊരു പള്ളിയൊക്കെ കെട്ടിയുണ്ടാക്കി അവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആടും തോലണിഞ്ഞ് ഒരാൾ കയറി വരുന്നുണ്ട്. നോക്കുമ്പോ ആരാ? മിസ്അബ് ഇബ്നു ഉമൈറാൻ. റസൂലുള്ളാഹി തങ്ങൾ, സഹാബികളൊക്കെ ആദ്യം ഇങ്ങനെ മദീനയിലേക്ക് പോയി, അവസാനം നബിയും പോയി. എന്നാൽ തൻ്റെ കയ്യിൽ ഒരു ക്യാഷും ഇല്ല, ബാപ്പ സമ്മതം തരുന്നില്ല. എടങ്ങാറായി മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അവസാനം ബാപ്പാനോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും തരി. ബാപ്പ മക്കയിൽ ഏറ്റവും വലിയ പട്ടുകച്ചവടക്കാരനാണ്, കോടീശ്വരനാണ്. എടാ, മുഹമ്മദിന്റെ അടുത്തേക്ക് പോകാൻ ഞാൻ നിനക്ക് ക്യാഷ് തരണമോ? നയാ പൈസ പോലും നിനക്ക് തരില്ല എന്ന് പറഞ്ഞു. ബാപ്പ, എന്നാ ഞാൻ പോവാണ്, നബിയെ കാണാതെ ഇവിടെ നിൽക്കാൻ കഴിയൂല. ധരിച്ച വസ്ത്രത്തിൽ ഇറങ്ങി മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. പട്ടിന്റെ വസ്ത്രമായിരുന്നു, പക്ഷേ അതാകെ പിഞ്ഞ് ഔറത്തിന്റെ ചില ഭാഗങ്ങൾ വെളിവാകാൻ തുടങ്ങിയപ്പോൾ ഒരു വീട്ടിൽ അടിമവേല ചെയ്തു. അങ്ങനെ അടിമവേല ചെയ്തപ്പോൾ അതിന് കൂലിയായി ഒരാടും തോല് കൊടുത്തു. പിന്നെന്താ ചെയ്തെന്നറിയോ? ഈ ആടിന്റെ തോലണിഞ്ഞു മദീന പള്ളിയിലേക്ക് കയറി വരികയാ. ആടും തോലാണ് അണിഞ്ഞിട്ടുള്ളത്. അള്ളാന്റെ റസൂലിനോട് വന്നൊരു മനുഷ്യൻ സലാം പറയുന്നു. പരിചയമുള്ള ശബ്ദമാണ്. മുത്തുനബി നോക്കിയപ്പോൾ മിസ്അബ് ഇബ്നു ഉമൈറാൻ റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരാണ് ഈ കടന്നു വരുന്നത്? ഒരു സ്വർഗക്കാരനെ കാണണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉൻറുറൂ ഇലാ ഹാദർ റജുലി, ഇതാ ഇയാളിലേക്ക് നോക്കിക്കോളൂ, ഇയാൾ സ്വർഗക്കാരനാണ്. വമാ റഅയ്തു ഫീ മക്കത വമാ ഫീ മക്കത അഅസ്സ മിൻഹു. മക്കയിൽ വസ്ത്രത്തിന്റെ കാര്യത്തിൽ മിസ്അബിനേക്കാൾ ശ്രദ്ധിക്കുന്ന
ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആ മിസ്അബാണല്ലോ അല്ലാ ആടും തോലണിഞ്ഞ് കയറി വന്നിട്ടുള്ളത്. ബാപ്പ വലിയ പട്ട് കച്ചവടക്കാരനാ. യമനിൽ നിന്ന് മേത്തരം പട്ടുകൾ കൊണ്ടുവരും. മക്കയിൽ ഹോൾസെയിലായി ചന്തയിൽ വിൽപ്പന നടത്തും. അതുകൊണ്ട് ജനിച്ചത് മുതലേ പട്ടിന്റെ വസ്ത്രം ധരിച്ച് ശീലിച്ച ആളാ മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ. അവരാണ് ഈ ആടും തോലണിഞ്ഞ് പള്ളിയിലേക്ക് കയറി വന്നത്. കണ്ട റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു. ഉൻദുറു ഇലാ ഹാദാ റജുലി കൈഫ ഫഅല ബിഹിൽ ഈമാൻ. നോക്കൂ ഈ മനുഷ്യനിലേക്ക്. ഈമാൻ അയാളിൽ വരുത്തി വെച്ച മാറ്റം കണ്ടില്ലേ നിങ്ങൾ? ഈമാൻ ഉണ്ടെങ്കിൽ മാറ്റമുണ്ടാകും. ഈമാൻ കൊണ്ട് ഈ മനുഷ്യരിലുണ്ടായ മാറ്റം നിങ്ങൾ കണ്ടില്ലേ? വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഈ മിസ്അബിനേക്കാൾ ശ്രദ്ധിക്കുന്ന ഒരാളെ മക്കയിൽ ഞാൻ കണ്ടിട്ടേയില്ല. ആർക്ക് വേണ്ടി ഇതെല്ലാം? അല്ലാഹുവിന് വേണ്ടി. മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം. വഫാത്തായ സമയത്തും ഉഹദിലാണ് ഷഹീദായത്. തലമറച്ചാൽ കാലുമറയാത്ത, കാലുമറച്ചാൽ തലമറയാത്ത ഒരൊറ്റ തുണി മാത്രമേ മിസ്അബ് തങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അന്നും റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, മക്കയിൽ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഈ മിസ്അബിനേക്കാൾ ശ്രദ്ധിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. സ്വർഗക്കാരനാണ്. അല്ലാഹു അവരോടൊന്നിച്ച് സ്വർഗത്തിലെത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇങ്ങനെ മുഹാജിരീങ്ങളിൽപ്പെട്ട ഒട്ടനേകം സഹാബിമാരുണ്ട്. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഒക്കെ കരളലിയിക്കുന്ന ചരിത്രങ്ങളാ. സമയം പരിമിതമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് മഹ്ശറയിൽ ആദ്യം ഹൗലുൽ കൗസർ കുടിക്കാൻ അവസരം ആർക്കാ ഉണ്ടാവുക? മഹ്ശറയിൽ ആദ്യമായി ഹൗലുൽ കൗസർ കുടിക്കാൻ വിധിക്കപ്പെടുന്നതാരാ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, അവ്വലുന്നാസി വുറൂദൻ അലൈഹി ഫുഖറാഉൽ മുഹാജിരീൻ الشغيث رؤوسا الدنس ثيابا الذي لا ينجحون المنعمات ولا تفتح لهم أبواب السدد. നാളെ എന്റെ ഹൗലിൽ നിന്ന് ആദ്യമായി കുടിക്കാൻ വിധിക്കപ്പെടുന്നവർ ഈ പാവപ്പെട്ട മുഹാജിരീങ്ങളാണ്. ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അവരെ. ഖുർആൻ നന്നായി പ്രശംസിച്ചിട്ടുണ്ട്, പ്രകീർത്തിച്ചിട്ടുണ്ട് അവരെ. അവരാണ് നാളെ മഹ്ശറയിൽ ആദ്യമായി ഹൗലിൽ നിന്ന് വെള്ളം കുടിപ്പിക്കപ്പെടുന്നവർ. അവരിൽ പലരുടെയും മുടിയാകെ ചടകെട്ടിയിരുന്നു. അവര് അബ്ദനിസുസിയാബ വസ്ത്രത്തിലാകെ ചളി പുരണ്ടിരുന്നു. അല്ലദീന ലാ യൻകിഹൂനൽ മുനഅമാതി ദുനിയാവിൽ നിന്ന് സൗന്ദര്യവതികളായ സൗകര്യമുള്ള പെണ്ണുങ്ങൾ അവർക്ക് കിട്ടിയിട്ടില്ല. വലാ തുഫ്തഹു ലഹും അബ്വാബുസ്സുദദി നേതാക്കന്മാരുടെ കവാടങ്ങൾ അവർക്കായി തുറക്കപ്പെട്ടിരുന്നില്ല. മക്കയിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയ മുത്തുനബിയുടെ പൊരുത്തവും അള്ളാന്റെ തൃപ്തിയും കാക്ഷിച്ചു പോയ ആ മുഹാജിരീങ്ങൾ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 33 ഫാത്തിഹ അവരുടെ പേരിൽ ഓതാം. മുഹാജിരീങ്ങളുടെ പേരിൽ. ഒപ്പം അവരാ മദീനയിലേക്ക് കടന്നു ചെന്നപ്പോ അല്ലാഹുവേ എല്ലാം മറന്ന് അവരെ സഹായിച്ച, സ്നേഹിച്ച, വീടുണ്ടാക്കി കൊടുത്ത, സൗകര്യം ചെയ്തു കൊടുത്ത അൻസാറുകൾ, അവരെയും മറക്കണ്ട. വല്ലദീന തബ്ബവൂ, ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്, ഒന്നുമില്ലാതെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മദീനയിലെത്തിയ ഈ സഹാബിമാർക്ക് അവർക്കിടയിൽ മുത്ത് റസൂൽ സാഹോദര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ നിങ്ങൾ അറിയോ ഇവർ ചെയ്തതെന്താന്ന്? ചില സഹാബിമാർ, 2 ഭാര്യമാരുള്ള സഹാബിമാർ ഒരു ഭാര്യയെ ത്വലാക്ക് ചൊല്ലിയിട്ട് ഭാര്യയില്ലാതെ മദീനയിലെത്തിയ അൻസാറുകൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തു. 2 എണ്ണം കെട്ടി കുടുങ്ങിയിട്ടല്ല, എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടല്ല. പിന്നെയോ എന്താ പറഞ്ഞെന്നറിയോ? ഉങ്ങുറു അജ്മല മിൻഹ, 2 ഭാര്യമാരെയും കാട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാരാ? ഓലെ പറഞ്ഞോ, ഉത്തല്ലിക്കുഹ, ഞാൻ അവളെ ത്വലാക്ക് ചെല്ലാം. യുദ്ധങ്ങോട്ട് കഴിഞ്ഞാലോ നീ വിവാഹം ചെയ്തോ. അങ്ങനെ ചെയ്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അങ്ങനെ നിക്കാഹ് ചെയ്യാൻ തൻ്റെ ഭാര്യയെ ത്വലാക്ക് ചൊല്ലിക്കൊടുത്തു. എന്താണ് ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ കാണാം. ആ അൻസാറുകളെയും പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കരുത്. അവരുടെ പേരിലും ബഹുമാനപ്പെട്ട മുഹാജിരീങ്ങളുടെ പേരിൽ, അൻസാറുകളുടെ പേരിൽ, ഈ മഹത്തുക്കളുടെ പേരിൽ ഒരു 33 ഫാത്തിഹ നാളത്തെ മജ്ലിസിൽ നമുക്ക് ചൊല്ലിക്കൂടെ? ഒരു 33 ഖുൽ ഹുവല്ലാഹു അഹദും ചൊല്ലിക്കൂടെ? നിങ്ങൾ പറയ്.
മുഹാജിരീങ്ങളുടെ പേരിൽ അൻസാറുകളുടെ പേരിൽ 33 ഫാത്തിഹ ഓതുക, മുഹാജിരീങ്ങളുടെയും അൻസാറുകളുടെയും പേരിൽ 33 ഖുൽ ഹുവല്ലാഹു അഹദും ഓതുക. നാളത്തെ മജ്ലിസിലേക്ക് ചെയ്തൂടെ? ചെയ്യണ്ടേ? അവരോടുള്ള സ്നേഹം ഈമാന്റെ ഭാഗല്ലേ?